ഏങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം ജീവിതം ജീവിതം. ഉദയന്റെയും നന്ദനയുടെയും ജീവിതം ഐശ്വര്യപൂർണമാക്കണമെന്ന് വസുന്ധര നന്ദനയോട് പറയുന്നു. നന്ദനയെ ഈ കോവിലകത്തിന്റെ ഐശ്വര്യമാക്കാൻ അനുവദിക്കില്ലെന്ന് കാർത്തിക യതീന്ദ്രനോട്. നന്ദനയുടെ മുന്നിൽ കാർത്തിക കപടസ്നേഹം നടിക്കുന്നു. നന്ദനയ്ക്ക് സ്വന്തമായി മൊബൈൽ ഫോണില്ലെന്നുള്ള വിവരം വസുന്ധര അറിയുന്നു. പുതിയൊരു മൊബൈൽ ഫോൺ വസുന്ധര നന്ദനയ്ക്ക് സമ്മാനിക്കുന്നു. ഇനി തുടർന്ന് കാണുക. നന്ദനേ, നന്ദനേ, മോളെ. ആഹാ, നീ ഇവിടെ ഇരിക്കായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു നീ ഉറങ്ങുകയാണെന്ന്. ഞാൻ പകലുറങ്ങുന്ന പതിവില്ലമ്മേ. അതെന്തായാലും നല്ല ശീലവാ. പെൺകുട്ടികളെ പകലുറങ്ങുന്ന ഐശ്വര്യമല്ല, തടി കൂടും. അത് മാത്രമല്ല, മൊത്തത്തിൽ നല്ലതല്ല. അല്ല, എവിടെയാ മോളെ പുതിയ ഫോണ്? ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാമേ. നോക്കിയില്ലേ ഇതുവരെ? കൊറേ നേരമായല്ലോ. എടുത്തു നോക്കു മോളെ. വാ മോളെ, വാ, വാന്ന് വാ. ചാർജ് ആയോ മോളെ? ഫുള്ളായിട്ടുണ്ടാവും. നമ്പർ ഇപ്പൊ ആയി കാണും. എങ്കിലൊന്ന് വിളിച്ചു നോക്ക്, അറിയാലോ. എന്താ മോളെ? ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കട്ടെ? എന്താ കുട്ടി ഇത്? പുത്തൻ ഫോണിൽ നിന്ന് ആദ്യമായിട്ട് ആരെയാണ് വിളിക്കേണ്ടതെന്നറിയില്ലേ? ഉദയനെ. അവനെ ഒന്ന് ഞെട്ടിക്കണം. വിളിക്കങ്ങോട്ട്. പക്ഷെ അമ്മേ, വിളിച്ചിട്ട് ഞാൻ എന്താ ചോദിക്ക? ഇത് നല്ല കൂത്ത്. ഭർത്താവിനെ ഫോൺ ചെയ്തിട്ട് ഭാര്യ എന്താ ചോദിക്കേണ്ടെന്ന് അമ്മയാണോ പറഞ്ഞു തരേണ്ടത്? എവിടെയാ ഇപ്പോ? ഊണ് കഴിച്ചോ? ചായ കുടിച്ചോ? എന്ത് ചെയ്യുന്നു? എപ്പോഴാ തിരിച്ചു വരിക? ഞാനിവിടെ കാത്തിരുന്ന് വിഷമിക്കുക. അങ്ങനെ എന്തെല്ലാം ചോദിക്കാനും പറയാനും ഉണ്ട്. ഫോൺ ചെയ്ത് കഴിയുമ്പോ സംസാരിക്കാനുള്ളതൊക്കെ മനസ്സിൽ തോന്നിക്കോളൂ. ആലോചിച്ച് നിൽക്കാതെ ഒന്ന് വിളിച്ചേ. വിളിക്കുന്നന്തിനെ? അയ്യോ, ഈ കുട്ടിയുടെ ഒരു നാണം. അമ്മേ, നമ്പര് അതും അറിയില്ലേ? ഇതിനി വേറെ ആരും കേക്കണ്ട, നാണക്കേടാ. ശരി, ഞാൻ പറഞ്ഞുതരാം. വിളിക്ക്. 9388 വീണ്ടും 888 2 8 കഴിഞ്ഞ് 3 8 കൂടി. ഇനി 1 2 1. ഹലോ, ഹലോ. അവൻ ഫോൺ എടുക്കുന്നില്ലേ മോളെ? ഞാനാ. ആരാ? ഞാനാ വിളിക്കുന്നേ. ഞാനോ? അങ്ങനെ പേരുള്ള ഒരാള് എന്റെ പരിചയത്തിലില്ലല്ലോ. ഓ, ഇത് വീട്ടിൽ നിന്നാണോ? അതെ. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ? അമ്മ എനിക്ക് പുതിയ ഫോൺ വാങ്ങി തന്നു. ഓ, അതിൽ നിന്നുള്ള ഫസ്റ്റ് കോളായിരിക്കും. അമ്മ
അടുത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എവിടെയാ ഉള്ളത്? എങ്ങോട്ട് പോകുന്നു വീട്ടിൽ പറഞ്ഞിരുന്നു. അവിടെ തന്നെ ഉള്ളത്. സമയത്തിന് ആഹാരം കഴിച്ചല്ലോ അല്ലേ? ഞാനെന്താ ഹോസ്പിറ്റലിൽ കിടക്കാണോ? സമയം നോക്കി ഫുഡ് കഴിക്കാൻ. എപ്പ അങ്ങ് എത്തി? സമയം കുറിച്ച് വെച്ചില്ല. താനെന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എപ്പോഴാ വരിക? ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ആ റോഡിലേക്ക് ഇറങ്ങി നിന്ന് 5-6 പേരെ വിളിച്ച് കൂട്ടിനിരുത്ത്. പിന്നൊരു കാര്യം, ഇത്തരം ലൂസ് ടോക്ക് എനിക്ക് ഇഷ്ടമല്ല. താൻ ഫോൺ വയ്ക്ക്, വേറെ പണിയുണ്ട് എനിക്ക്. ഹലോ ഹലോ. ഫോൺ കട്ടായമ്മേ. ഒന്നുകൂടി വിളിക്കും മോളെ. ഇനി പിന്നീടാവട്ടെ അമ്മേ. അവനെന്താ പറഞ്ഞത്? ഞാനിപ്പോ വിളിക്കുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷായി കാണും മോളെ. അല്ല, മോൾ എന്താ ഉദയനെ വിളിക്കുന്നത്? ഇതുവരെ ഒന്നും വിളിച്ചില്ല. ആ, അത് കൊള്ളാം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയും പെൺകുട്ടികളുണ്ടോ? പണ്ടൊക്കെ കല്യാണവും കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാ ഭർത്താവിന്റെ മുഖം ശരിക്ക് കണ്ടതെന്ന് പെണ്ണുങ്ങൾ പറയുമായിരുന്നു. കുട്ടികളുടെ അച്ഛനെന്നാ പലരും ഭർത്താവിനെ വിളിച്ചിരുന്നത്. ഉദയന്റെ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നത് ഇദ്ദേഹമെന്നാ. അത് മറ്റുള്ളവർ കേൾക്കെ. ഞങ്ങള് മാത്രമുള്ളപ്പോ മറ്റൊരു പേര് വിളിക്കുമായിരുന്നു. അതൊക്കെ തന്നെയാ ബന്ധത്തിന്റെ അടുപ്പം. പുതിയ ജനറേഷൻകാര് എടാ പോടാ വാടാന്നൊക്കെ തന്നെയല്ലേ ഭർത്താവിനെ വിളിക്കുക. പക്ഷെ അത്രത്തോളൊന്നും വേണ്ട മോളെ. ഉദയനെ ഇനി എന്ത് വിളിക്കണമെന്നു കൂടി ഞാൻ പറഞ്ഞു തരണോ മോൾക്ക്? കുറെ കഴിയുമ്പോ അവനെ ഒന്നുകൂടി വിളിക്കാൻ എന്റെ മോള് മറക്കണ്ട. എന്താ കാർത്തികേ, നീ എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാൻ അമ്മ എവിടെ നോക്കാൻ വരികയായിരുന്നു. അതിന് ഇവിടെ കിടന്ന് പരുങ്ങണോ? വിളിച്ചാ പോരെ നിനക്ക്? വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയെ കണ്ടത്. ഞാനാ. മനസ്സിലായി. താൻ കാര്യം പറ. നേരത്തെ അമ്മയുടെ മുമ്പിലായിരുന്നോണ്ടാ ഞാനങ്ങനെ സംസാരിച്ചത്. പറയാതെ അറിയാൻ എനിക്ക്. ഇപ്പൊ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ വീണ്ടും ഈ കോള്? അമ്മ പറഞ്ഞു വിളിച്ചതാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി. ഇയാള് ബോധ്യപ്പെടുത്താതെ തന്നെ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാലും ഉണ്ടില്ലെങ്കിലും തനിക്കൊരു ചുക്കുമില്ലെന്ന് എനിക്കറിയാം. അതുപോലെ ഞാൻ എപ്പോൾ തിരിച്ചെത്തുന്നു ചോദിക്കാൻ തക്കമുള്ള ഉത്കണ്ഠയും നന്ദനയ്ക്കില്ലാന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഞാൻ വന്നില്ലെങ്കിലും അത്രയ്ക്കും സന്തോഷം എന്നായിരിക്കും വിചാരിക്കുക. എന്താ, നിഷേധിക്കുന്നുണ്ടോ? ഫോൺ വെച്ചോ? ഹലോ, കേൾക്കുന്നുണ്ട്. ആ, തുടക്കത്തിലെ ഞാൻ ക്ലിയർ ചെയ്തിരുന്നു.
ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, തനിക്ക് തൻ്റെ സ്വാതന്ത്ര്യം. അതിൻ്റെ അതിരുകൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ സുഖകരമാവില്ല കാര്യങ്ങൾ. മുഷിഞ്ഞാൽ ഞാൻ ഭയങ്കര ബോറാവും. പിന്നെ ചിലപ്പോൾ മനസ്സിലായി. ഞാൻ ഫോൺ വെക്കുക. ആ ഗുഡ്. സമയം ഇപ്പൊ എത്രയാ ഉദയ? അതറിയാൻ വേണ്ടിയാണോ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? അമ്മയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? എങ്കിലും അത് നല്ല ലക്ഷണം അല്ലല്ലോ. നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? ദേ ഉദയ, അല്ല, എന്നെ കണ്ടിട്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ എങ്കിലത് പ്രശ്നമാണ്. മതി നിന്റെ ധിക്കാരം. എങ്ങനെയുണ്ടായിരുന്നു നാടകം? നിന്നോടാ ചോദിച്ചത് നാടകം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇവിടെ നടക്കുന്ന ചില നാടകങ്ങളുടെ അത്ര മെച്ചമായില്ല. ദേ, ആ കുട്ടി അകത്തുണ്ട്. അത് ഇപ്പോഴാണ് അമ്മ ഓർത്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറവി നിനക്കാ. ഇന്നലെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ആ കുട്ടി ഈ വീട്ടിലാക്കിയിട്ട് നീ നാടകത്തിന് പോയി. അപ്പോ ഇവിടെ നിർത്തിയതാണോ കുഴപ്പമായത്? എങ്കിൽ പിന്നെ റോഡിൽ അങ്ങനെ ഇറക്കി നിർത്തായിരുന്നല്ലോ. എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഉദയ. ഇന്നലെ വരെ നിന്റെ എല്ലാ തോന്നിവാസവും നടന്നു. വേണ്ടത്ര സ്വാതന്ത്ര്യവും അനുവദിച്ചു തന്നു. ഇനി അത് നടക്കൂല. ഉത്തരവാദിത്വമുള്ള ഒരു ഭർത്താവായി മാറിയേ പറ്റൂ. ഈ കോവിലകത്തിന്റെ കാരണവർ ഇപ്പൊ നീയാ. അതിൻ്റെതായ ചുമതലകളുണ്ട് നിനക്ക്. ഇഷ്ടപ്പെട്ട റോള് മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന കഥാപാത്രമായി പകർന്നാടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കമ്മിറ്റ് ചെയ്യാറുമില്ല. ദേ, അത് നാടകത്തിൽ. അവിടുത്തെ ഭാഷയൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത് ജീവിതമാ. അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയേ പറ്റൂ. ആരുടെ ജീവിതത്തെ പറ്റി അമ്മ പറയുന്നത്? എന്റെ ലൈഫിനെ പറ്റിയാണെങ്കിൽ അത് ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെയല്ലേ മുന്നോട്ട് പോകേണ്ടത്. ഇക്കാലം അത്രയും അങ്ങനെ പോയതിന്റെ ഫലമായി ഇന്ന് ഈ കാണുന്നത്. നിന്റെ കൂടെ പഠിച്ചവരും നിന്റെ പ്രായക്കാരും ഓരോരോ നല്ല പദവികളിലാണ് ഇന്ന്. അവരാരും മോശക്കാരൊന്നുമല്ല. നിന്നേക്കാൾ മണ്ടന്മാരുമല്ല. സബ് കളക്ടറും ഡോക്ടർമാരും MLA-മാരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തില്. വലിയ മിടുക്കനെന്ന് ഭാവിച്ചു നടന്ന നീയോ അലഞ്ഞു നടക്കുകയായിരുന്നു എന്നല്ലേ വാസ്തവം. കാണുമ്പോൾ ചിരിക്കുന്നവർ ഉള്ളിൽ പരിഹസിക്കുകയാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം വേണം. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ഡോക്ടർ ആവണമായിരുന്നോ? അതോ MLA ആവണമായിരുന്നോ? എന്നിട്ട് പാവപ്പെട്ട രോഗികളെ പിഴിഞ്ഞും അഴിമതി കാണിച്ചും 3 നില ബംഗ്ലാവിൽ ജീവിക്കണമായിരുന്നോ? അതൊന്നും വേണ്ട. അന്തസ്സായിട്ട് കുടുംബം നോക്കി കഴിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അതിന് ഇളയ മോനുണ്ടല്ലോ, യതീന്ദ്രൻ. കുന്നത്തൂർ കോവിലത്തെ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്തുന്നുണ്ടവൻ. ഭാര്യയുടെ ചൊൽപ്പടിക്ക് കഴിയുന്നുണ്ട്. ഒരു മോൻ മാത്രമല്ലല്ലോ എനിക്കുള്ളത്. മൂത്ത മകനെ ആ റൂട്ടിൽ പോകാൻ കിട്ടില്ല. അമ്മ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഉദയ, നന്ദന ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? ഇതുവരെ കാഴ്ചയ്ക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ടാണോ ഇവളോട് ഒരു വാക്കുപോലും ഉരിയാടാതെ മുകളിലേക്ക് പോകുന്നത്? ഹലോ,
ഒരു വാക്ക് പറഞ്ഞു, അത് മതിയാവല്ലോ. എന്ത് സ്വഭാവം ഉദയ നിനക്കത്? മനുഷ്യനായ കുറച്ച് വകതിരിവൊക്കെ വേണ്ടേ? നന്ദന നിന്റെ ഫോണിൽ വിളിച്ചിട്ട് നീ ഈ കുട്ടിയെ ഒന്ന് തിരിച്ചു വിളിച്ചോ? അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം നീ നിന്റെ നാടകക്കാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിക്കാറുണ്ടല്ലോ. അമ്മ സംസാരിക്കുന്ന മുൻവിധിയോടെ. എന്റെ ശീലങ്ങളെക്കുറിച്ചൊരു ഏകദേശ ചിത്രം നന്ദനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുമായി പൊരുത്തപ്പെട്ടു പോണോ ഇയാൾ? അതിനുള്ള അവസരം കൊടുക്കേണ്ടത് അമ്മയാ. അങ്ങനെ നന്ദന മാത്രം പൊരുത്തപ്പെട്ടു പോയാ പോരാ, ഇനി അങ്ങോട്ട് എത്രയോ കാലം ഒരുമിച്ച് ജീവിക്കേണ്ടവരാ നിങ്ങള്. ഇങ്ങനെ അധികകാലം ഒരുമിച്ചുണ്ടാവും തോന്നുന്നില്ല. എന്താ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എടാ ഉദയ, എടാ, ഞാൻ ഇത്രയും വായലച്ചിട്ടും നിനക്ക് നന്ദിനോട് ഒന്നും ചോദിക്കാനും പറയാനും ഇല്ലേ? സാരമില്ല മോളെ, നീ മനസ്സ് വെച്ച അവനെ നിലയ്ക്ക് നിർത്താൻ പറ്റും. വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. ഉദയന്റെ ഇതുവരെയുള്ള സ്വഭാവം വെച്ച് ഇപ്പൊ അവനകത്തേക്കല്ല പുറത്തേക്കാ പോണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇത്രയും ചൂടായിട്ട് നിന്നെങ്കിലും മുറിയിലേക്കല്ലേ കയറിപ്പോയത്. അതൊരു നല്ല ലക്ഷണമാ. ഇനി മോള് വിചാരിച്ച അവന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ കഴിയും. ആ, മോള് പോയി പ്ലേറ്റ് എടുക്ക്, ഞാൻ ഉദയനെ വിളിക്കാം. ഉദയാ, ഉദയാ. മോക്ക് കൂടി വിളമ്പ്. രണ്ടാളും ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഉദയാ, ഉദയാ. ഒച്ച വെക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറങ്ങി വാ, അത്താഴം എടുത്തു വെച്ചു. എനിക്ക് വേണ്ട. വേണ്ടേ? ഒരു വീടാവുമ്പോ അതും ഇതൊക്കെ സംസാരിച്ചെന്നിരിക്കും. അതിന്റെ പേരില് അത്താഴപ്പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആര് പട്ടിണി കിടക്കുന്നു? ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. എന്ത് പണിയാ ഇത്? നീ വന്നിട്ട് കഴിക്കാനായി ഒരാൾ ഇവിടെ കാത്തിരിക്കുമെന്ന് നിനക്കറിയില്ലേ? എന്തിനാത്? വിശക്കുമ്പോ ഫുഡ് കഴിക്കണം, അതാണ് അതിന്റെ ശരി. പേരിന് വേണ്ടിയെങ്കിലും ഒന്ന് കൈ നനച്ചിട്ട് വന്നിരിക്കേ. വേണ്ടെന്ന് പറഞ്ഞല്ലോ. സോറി. വേണ്ടാത്തവര് കഴിക്കണ്ട, മോള് കഴിക്കേ. എനിക്കും വേണ്ടമ്മേ. അതെന്തു പറ്റി? വിശക്കുമ്പോ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടില്ലേ? എന്റെ വിശപ്പ് പോയി. മോളെ, സാരല്ലമ്മേ. ഉദയന്നൂര് വെച്ച് ഞാൻ ചിലപ്പോ ഉപവാസം നോക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഉപവാസമല്ലല്ലോ. വേണ്ടമ്മേ, കഴിക്കാൻ തോന്നുന്നില്ല. ആ ഡോർ അടച്ചേക്ക്. അമ്മയുടെ പ്രസൻസിൽ എനിക്ക് ഫോൺ ചെയ്യുന്നു, അത്താഴം വിളമ്പി വയ്ക്കുന്നു. എന്താ തന്റെ ഉദ്ദേശം? ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ടല്ലോ. അമ്മയുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ചെയ്തത് തീർച്ചയായും അമ്മയെ കാണിക്കാൻ വേണ്ടി തന്നെയാ. ഫോണ് വാങ്ങിത്തന്ന് അമ്മ വിളിക്കാൻ നിർബന്ധിക്കുമ്പോ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? പക്ഷെ അതിര് കിടക്കുന്നു. ഒരു കാര്യം ഒന്നിലേറെ തവണ പറയുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിലും വീണ്ടും സൂചിപ്പിക്കുക, നന്ദന എന്റെ പ്രൈവസിയിൽ കൈകടത്തരുത്, ഇടപെടരുത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞെന്നാ നന്നായിരുന്നു. നമ്മള് രണ്ടുപേര് മാത്രം താമസിക്കുന്ന ഫ്ലാറ്റുകൾ ഏതെന്ന് നേരത്തെ പറഞ്ഞത് ഞാനല്ല. മര്യാദയ്ക്ക് ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാലോ തനിക്ക്. എന്തിന് താഴേക്ക് ഇറങ്ങി ചെന്ന് കുടുംബകാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നു? അങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കാൻ അമ്മ സമ്മതിക്കില്ല എന്ന് അറിഞ്ഞോണ്ടല്ലേ ഈ ചോദ്യം?
എന്ത് പറഞ്ഞാലും ഒരു മുട്ടാപ്പോക്ക് ന്യായമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയ സംഭവം എന്താണെന്ന് അറിയുന്നത്? ഇല്ലാത്ത സ്നേഹവും അടുപ്പവും ഉണ്ടെന്ന് നടിക്കുക. ഹൊറിബിളാണത്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ആ ദുരന്ത ഒരു സ്റ്റേജിലും ഇതുവരെ ഞാൻ അവതരിപ്പിക്കാത്ത ട്രാജഡി. സ്വയം വരുത്തി വെച്ച ദുരന്തവാ. താനായിട്ട് അതിന് ആഴം കൂട്ടണ്ട. നമ്മുടെ എൻഗേജ്മെന്റ് ദിവസം പ്രതാപേട്ടന്റെ വീട്ടിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ച ഞാൻ മറന്നിട്ടില്ല. ഒറ്റയ്ക്ക് മാറി നിന്ന എന്റെ അടുത്തേക്ക് വിദ്യേച്ചി തന്നെയും കൂട്ടിക്കൊണ്ടുവന്നു. നന്ദനയ്ക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് എന്റെ മുഖത്ത് നോക്കിയാ വിദ്യേച്ചി പറഞ്ഞത്. സാക്ഷിയായി നിന്ന താൻ മറന്നുപോയോ അത്? ഈ പറയുന്ന ആളിന്റെ വകയായും ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നല്ലോ അന്ന്. ഒട്ടും താല്പര്യം ഉണ്ടായിട്ട് കല്യാണത്തിന് നിന്ന് തരുന്നതല്ല, അമ്മയുടെ നിർബന്ധമാണ് കാരണമെന്ന്. അത് മറന്നുപോയോ? അത് പക്ഷേ ഇത്രയും വലിയ ശിക്ഷയായി മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ. അമ്മയ്ക്ക് വേണ്ടി കല്യാണത്തിന് നിന്ന് തന്ന ആള് അതേ അമ്മയ്ക്ക് വേണ്ടി ചിലത് സഹിക്കേണ്ടി വരും. ഒത്തുതീർപ്പോടെ മുന്നോട്ട് പോകേണ്ടി വരും. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഏതൊരാളുടെയും മനസ്സിൽ തോന്നാവുന്ന ന്യായമായൊരു സംശയം. ചോദിക്കാം. എന്തിനെന്നെ കല്യാണം കഴിച്ചു? ഇത്രയും വർഷങ്ങൾ അമ്മയുടെ ആഗ്രഹത്തിന് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ തുടർന്നും ആവായിരുന്നല്ലോ. നാടകത്തിന്റെ പേര് പറഞ്ഞ് മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോവായിരുന്നില്ല. പകരം ആരോടൊക്കെയുള്ള വാശിക്ക് എന്റെ കഴുത്തിൽ താലി കെട്ടി. അതല്ലേ സത്യം? കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഈ കല്യാണം ഇങ്ങനൊരു ശിക്ഷയാവുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന്. ശിക്ഷ ഒരാൾക്ക് മാത്രമായിരുന്നില്ല. മറുവശത്ത് മറ്റൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നവളാ ഞാൻ. പറയാനുള്ള അവസരം കിട്ടാഞ്ഞതുകൊണ്ടാ ഇതുവരെ തുറന്നു പറയാതിരുന്നത്. അതൊരു പ്രണയകഥയുടെ അധ്യായമാണെങ്കിൽ തുറക്കണമെന്നില്ല. അറിയാൻ എനിക്കൊട്ട് താല്പര്യമില്ല.